അഞ്ചാമത്തെ മൊഡ്യൂളിൻ്റെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് പോസ്റ്റ് മോഡേണിസമാണ്. മോഡേണിസത്തിന് ശേഷം വന്ന കാലഘട്ടം. ഈ ഒരു ടേം പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞ ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്രഞ്ച് ഫിലോസഫറായിട്ടുള്ള ജീൻ ഫ്രാൻസിയോസ് ലിയോട്ടാർഡാണ്. ആദ്യമായിട്ട് പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത് ഫിലോസഫറായിട്ടുള്ള ജീൻ ഫ്രാൻസിയോസ് ലിയോട്ടാർഡാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള പോസ്റ്റ് മോഡേൺ കണ്ടീഷനിലാണ് ഈ ഒരു ടേം ഉപയോഗിക്കുന്നത്. 1979 ഈ ബുക്ക് എഴുതിയത്. ഇറ്റ് ഇൻഫ്ലുവൻസ് ഓൾമോസ്റ്റ് ഓൾ ഏരിയാസ് ഓഫ് ഹ്യൂമൻ എൻക്വയറി. മനുഷ്യനുമായിട്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ സെർച്ചുകൾ, മനുഷ്യൻ്റെ അന്വേഷണങ്ങൾ, മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹ്യൂമാനിറ്റീസ്, ഫിലോസഫി, ഇതൊക്കെ ഈ ഒരു പോസ്റ്റ് മോഡേണിസത്തെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് വാരിയങ്ലി ഹാസ് എ ഹിസ്റ്റോറിക്കൽ കണ്ടീഷൻ ആഫ്റ്റർ മോഡേണിസം. പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ എന്താ? മോഡേണിസത്തിന് ശേഷമുള്ള ഒരു ചരിത്ര കാലഘട്ടം, അല്ലെങ്കിൽ മോഡേണിസത്തിന് ശേഷമുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കണ്ടീഷനാണ്. എ മെത്തേഡ് ഓഫ് ലിറ്റററി തിയറി. ഇതൊരു ലിറ്റററി തിയറി ആണെന്ന് വേണമെങ്കിൽ പറയാം. എ കൾച്ചറൽ കണ്ടീഷൻ ഓഫ് ലേറ്റ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസമൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം വന്ന ലേറ്റ് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള അവസ്ഥ. അല്ലെങ്കിലോ ആൻ എക്സ്പ്രഷൻ ഓഫ് സ്കെപ്റ്റിസിസം ടുവേർഡ്സ് ദ യൂണിവേഴ്സലിസ്റ്റ് ക്ലെയിംസ് ഓഫ് വെസ്റ്റേൺ ഫിലോസഫി ആൻഡ് എ മൂവ്മെൻറ്റ് ഇൻ ആർട്സ് ആൻഡ് വേ ഓഫ് തിങ്കിങ് ഇൻ മെനി ബ്രാഞ്ചസ് ഓഫ് നോളേജ്. അറിവിൻ്റെ പല മേഖലയിലും പുതിയ രീതിയിലുള്ള ചിന്താരീതി, ആർട്സിൽ പുതിയൊരു മൂവ്മെൻറ്റ്, പിന്നെന്താ യൂണിവേഴ്സൽ വെസ്റ്റേൺ ഫിലോസഫിയോട് ഒരു സ്കെപ്റ്റിസിസം, സംശയം ആദ്യമായിട്ട് പ്രകടമാക്കുക ഒക്കെ ഉണ്ടായത് പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിലാണ്. എ ഡിസ്ട്രസ്റ്റ് ഓഫ് റീസൺ ആൻഡ് ഇൻക്രെഡിലിറ്റി ടുവേർഡ്സ് മെറ്റാ നറേറ്റീവ്സ് ആൻഡ് എ ജനറൽ ഡിസ്റിഗാർഡ് ഫോർ യൂണിവേഴ്സൽ വാല്യൂസ് ആൻഡ് ഐഡിയൽസ് ആർ എ ഫ്യൂ ഓഫ് ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഓഫ് പോസ്റ്റ് മോഡേണിസം. ഇനി പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്താ, പ്രത്യേകതകൾ എന്താ, എന്തൊക്കെയാണ്? ഡിസ്ട്രസ്റ്റ് ഓഫ് റീസൺ, ഒരു കാരണത്തെ വലിയ രീതിയിൽ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. മെറ്റാ നറേറ്റീവ്സിനോടൊരു ഇൻക്രെഡിലിറ്റി ഫീൽ ചെയ്യുക. ലോകം മൊത്തമുള്ള മൂല്യങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ അതിനൊന്നും അംഗീകരിക്കാതിരിക്കുക. അതൊക്കെ വേണമെങ്കിൽ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഫീച്ചേഴ്സായിട്ട് വേണമെങ്കിൽ പറയാം. എന്താണ് പോസ്റ്റ് മോഡേണിസവും മോഡേണിസവും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ റിലേഷൻ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വ്യക്തമല്ലാത്ത ഒന്നാണ്. പലരും അതിനെ പറ്റിയിട്ട് ഡിബേറ്റുകളും സംവാദങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പോസ്റ്റ് മോഡേണിസം ഈസ് ജനറലി അണ്ടർസ്റ്റുഡ് ആസ് എ റിജക്ഷൻ ഓഫ് വാല്യൂസ് ആൻഡ് എക്സെപ്ഷൻ ഓഫ് എൻലൈറ്റ്മെൻറ്റ്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നവോത്ഥാനം, അല്ലേ? നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങളും അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ ആശയങ്ങളും റിജക്റ്റ് ചെയ്യുന്ന ഒന്നാണ് പോസ്റ്റ് മോഡേണിസം എന്ന് വേണമെങ്കിൽ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എൻലൈറ്റ്മെൻറ്റിൻ്റെ, നവോത്ഥാനത്തിൻ്റെ വാല്യൂസ്, മൂല്യങ്ങൾ, എസംഷൻസ്, പ്രത്യേകതകൾ, അതിനെയൊക്കെ മൊത്തമായിട്ട് റിജക്റ്റ് ചെയ്യുന്ന ഒന്നാണ് പോസ്റ്റ് മോഡേണിസം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ക്രിറ്റിക് ഓഫ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നവോത്ഥാനത്തിൻ്റെ വിമർശകൻ. ആരാ വിമർശകർ? പോസ്റ്റ് മോഡേണിസ്റ്റ്, അല്ലേ? പോസ്റ്റ് മോഡേണിസം. ഇനി എന്താണ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പഠിക്കണ്ടേ? എന്താ എൻലൈറ്റ്മെൻറ്റ്? നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്, ബുദ്ധിപരമായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. ഏത് കാലഘട്ടത്തിലാണ്? ഓഫ് 18th and 19th century, ആ കാലഘട്ടത്തിലാണ്. ഇനി പൊളിറ്റിക്കലി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ലൈക്ക്. രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു എൻലൈറ്റ്മെൻറ്റ് കാലഘട്ടത്തിലാണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുന്നത്. ഇനി ഇതൊരു ഫിലോസഫി, തത്വശാസ്ത്രത്തിലുള്ളൊരു മൂവ്മെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് എന്തിനൊക്കെയാണ് എതിർത്തത്? എൻലൈറ്റ്മെൻറ്റ്, നവോത്ഥാനം എന്തിനൊക്കെയാണ് എതിർത്തത്? ചർച്ച്, പള്ളീനെ, നൊബിലിറ്റി, ഉയർന്നവൻ അല്ലെങ്കിൽ നോബിളായിട്ടുള്ളത് ഇന്നത് മാത്രമാണ്, അതിനെയൊക്കെ, ആൻഡ് ക്രൗൺ, രാജഭരണത്തെ, കിരീടത്തെയൊക്കെ അവർ എതിർത്തു. ഇമ്മാനുവൽ കന്റ് himself a leader of German Enlightenment describes it as man's emergence from his self-imposed knowledge. ഇമ്മാനുവൽ കന്റ് എന്താ പറയുന്നത്? ലീഡർ ഓഫ് എൻലൈറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ് ഇറ്റ് ആസ് എ മാൻസ് എമർജൻസ് ഫ്രം ഹിസ് സെൽഫ് ഇമ്പോസ്ഡ് നോളേജ്. മനുഷ്യനായിട്ട് ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു ചട്ടക്കൂട്ടിൽ നിന്നും അവൻ്റെ ഒരു മോചനമാണ്
എൻലൈറ്റ്മെൻറ്റ് എന്നാണ് ഇമ്മാനുവൽ കെൻറ്റ് പറയണത്. എൻലൈറ്റ്മെൻറ്റ് ഫിലോസഫേഴ്സ് ബിലീവ്ഡ് ഇൻ ഇമ്മൻസ് പൊട്ടൻഷ്യൽ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അതേസമയം നവോത്ഥാനത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് ഫിലോസഫേഴ്സ് വിശ്വസിച്ചത് മനുഷ്യന് ഒരുപാട് കഴിവുണ്ട്, മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവന് ഒരുപാട് കഴിവുകളുണ്ട്. ദെൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്താ, കാരണം. സയൻറ്റിഫിക് ആയിട്ടുള്ള ടെമ്പറമെൻറ്റ്, സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താ, സാഹോദര്യം അല്ലേ. ആൻഡ് ടോളറൻസ്, സഹിഷ്ണുത. ടോളറൻസ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത, എല്ലാം സഹിക്കാനും ഉള്ളൊരു കഴിവ്. വർ സൂൺ സം ഓഫ് ദ ഐഡിയൽസ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്. ഇതൊക്കെ നവോത്ഥാനത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. ഏതൊക്കെ? റീസൺ, സയൻറ്റിഫിക് ടെമ്പറമെൻറ്റ്, സെക്യുലറിസം ആൻഡ് ടോളറൻസ്. ദീസ് ഓൾ ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്. ഓക്കെ, ക്ലിയർ? ഇറ്റ് റിലൈഡ് ഓൺ എംപിരിക്കൽ നോളേജ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, അവിടെ എംപിരിക്കൽ നോളേജിനായിരുന്നു ഇമ്പോർട്ടൻസ്. എന്താ എംപിരിക്കൽ നോളേജ് എന്ന് പറഞ്ഞാൽ? അനുഭവത്തിലൂടെ വരുന്ന അറിവുകൾ, അതിന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അഡ്വക്കേറ്റഡ് ബൈ സയൻസ്. കൂടുതൽ നമ്മൾ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമ്മൾ അനുഭവത്തിലൂടെ നമ്മൾ എന്താ കണ്ടെത്തുക? ശാസ്ത്രമാണ് അല്ലേ. അപ്പോൾ ശാസ്ത്രത്തിന് അതിന് ഭയങ്കര പ്രാധാന്യമായിരുന്നു. എംപിരിക്കൽ റീസണിങ് വാസ് അപ്ലൈഡ് ടു ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ഹ്യൂമൻ ആക്ഷൻ. മനുഷ്യൻ്റെ എല്ലാത്തിലും അവർ എംപിരിക്കലായിട്ട് ആക്ഷൻ കൊണ്ടുവന്നു. എൻലൈറ്റ്മെൻറ്റ് ഫിലോസഫേഴ്സ് ബിലീവ്ഡ് ദാറ്റ്, അവർ വിശ്വസിച്ചു, അണ്ടർലൈങ് ഫാക്ടേഴ്സ് ഓഫ് ഹ്യൂമൻ നേച്ചർ ആർ കോൺസ്റ്റൻറ്റ് ആൻഡ് യൂണിവേഴ്സൽ. എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന് താഴെയുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള എല്ലാ സ്വഭാവങ്ങളും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, ഒരു മാറ്റം അവിടെ ഉണ്ടാവില്ല. അനദർ ഡിഫൈനിങ് പോസ്റ്റർ ഓഫ് എൻലൈറ്റ്മെൻറ്റ് വാസ് ദ ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ കപ്പാസിറ്റി ഫോർ പ്രോഗ്രസ്. എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരോഗമിക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. അതിലുള്ള ഒരു ഫെയ്ത്ത്, വിശ്വാസം എൻലൈറ്റ്മെൻറ്റിന് ഉണ്ടായിരുന്നു. എൻലൈറ്റ്മെൻറ്റ് നവോത്ഥാന നായകർ വിശ്വസിച്ചു മനുഷ്യന് ഇനിയും പുരോഗമിക്കാനുള്ള കഴിവ് ഉണ്ടെന്ന്. ഹ്യൂമൻ കൈൻഡ് ഈസ് ഓൺ ദ പാത്ത് ഓഫ് പ്രോഗ്രസ്. അവർ പറഞ്ഞു മനുഷ്യരാശി മൊത്തം എന്താണ്? വികസനത്തിൻ്റെ പാതയിലാണ്. സയൻസ് ആൻഡ് റീസൺ ഷാൽ പ്രൊവൈഡ് ദ നെസസറി ഗൈഡൻസ്. മനുഷ്യന് എല്ലാ ഗൈഡൻസും കൊടുക്കുന്നത് ആരാണ്? സയൻസും അതുപോലെ തന്നെ റീസണുമാണ്. ഓക്കെ, ഇതൊക്കെയാണ് എന്തെന്ന് പറയണത്? നവോത്ഥാനം എന്ന് പറയണത്, അതിൻ്റെ പ്രത്യേകതകൾ. അടുത്തത് ശ്രദ്ധിക്കുക. പോസ്റ്റ് മോഡേണിസം റിജക്ട്സ് ദ നോഷൻ ഓഫ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഇൻ എനി സ്ഫിയർ ഓഫ് ലൈഫ്. അതേസമയം ഒരെണ്ണം മാത്രമേ യാഥാർത്ഥ്യമുള്ളൂ, ഒബ്ജക്റ്റീവ് റിയാലിറ്റിയാണ്, ഒരെണ്ണം മാത്രമേ യാഥാർത്ഥ്യമായിട്ടുള്ളൂ എന്നതിനെ പോസ്റ്റ് മോഡേണിസ്റ്റുകൾ എതിർത്തു. അവരുടെ അഭിപ്രായത്തിൽ റിയാലിറ്റി എന്ന് പറയുന്നത്, യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താ? നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾക്ക് യാഥാർത്ഥ്യങ്ങൾ മാറുമെന്ന് അവർ പറഞ്ഞു. അവർക്ക് സയൻസിനോട്, ശാസ്ത്രത്തിനോട് വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻലൈറ്റ്മെൻറ്റിന് അത് ഉണ്ടായിരുന്നു, പോസ്റ്റ് മോഡേണിസ്റ്റിന് അത് ഉണ്ടായിരുന്നില്ല. ഇതൊരു വ്യത്യാസമാണ്. പോസ്റ്റ് മോഡേണിസം റിജക്ട്സ്, അതുകൊണ്ട് തന്നെ പോസ്റ്റ് മോഡേണിസം റിജക്റ്റ് ചെയ്തു എന്ത്? മനുഷ്യൻ്റെ പുരോഗമിക്കാനുള്ള കപ്പാസിറ്റീനെ അവർ റിജക്റ്റ് ചെയ്തു. അതിനെ സപ്പോർട്ട് ചെയ്യാണ് ആര് ചെയ്തത്? എൻലൈറ്റ്മെൻറ്റ് ചെയ്തത്. പക്ഷെ അതിനെ എതിർക്കാണ് പോസ്റ്റ് മോഡേണിസം ചെയ്തത്. സയൻറ്റിഫിക് ടെമ്പറമെൻറ്റ് ആൻഡ് റീസൺ ആർ നോട്ട് യൂണിവേഴ്സൽ. അവർ പറഞ്ഞു ഈ സയൻറ്റിഫിക് ടെമ്പറമെൻറ്റും റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെയല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് വെൺ ഓഫ് ലുക്കിംഗ് അറ്റ് തിങ്സ്. പോസ്റ്റ് മോഡേണിസം ക്രിറ്റിക്സ് ദ പ്രിഡോമിനൻസ് ഗിവൺ ടു റീസൺ ബൈ എൻലൈറ്റ്മെൻറ്റ്. ഈ ഒരു കാരണത്തിന് വല്ലാതെ പ്രാധാന്യം കൊടുത്തിരുന്നു നവോത്ഥാനം, എൻലൈറ്റ്മെൻറ്റ്. അതിനെ എതിർക്കാണ് പോസ്റ്റ് മോഡേണിസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ അവർ നോഷൻ ഓഫ് ഒരു പുരോഗതി, മനുഷ്യൻ്റെ പുരോഗതിനെ കൂടെ അവർ റിജക്റ്റ് ചെയ്തു. ഡ്രോയിങ് ഓൺ ദ പ്രീസെപ്റ്റ്സ് ഓഫ് സസൂർ, പോസ്റ്റ് മോഡേണിസ്റ്റ് സീ ലാംഗ്വേജ് ആസ് സെൽഫ് റെഫറൻഷ്യൽ. പോസ്റ്റ് മോഡേൺസിൻ്റെ കണ്ണിൽ ഭാഷ എന്ന് പറയുന്നത് സ്വയം റെഫർ ചെയ്യാൻ പറ്റുന്നതാ. എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം അതിൽ തന്നെയുണ്ട്. വിത്ത് ക്യാരക്ടറിസ്റ്റിക് കോൺസ്റ്റൻറ്റ് ഷിഫ്റ്റ്സ് ഇൻ മീനിങ്. ചിലപ്പോൾ അർത്ഥത്തിൽ കുറച്ച് വ്യത്യാസം വരാം. ദിസ് ലാക്ക് ഓഫ് എക്സ്റ്റേണൽ റെഫറൻസ് negates all kind of reality and looks for underlying patterns. While Enlightenment found solutions in meta-narratives of philosophy and history, postmodernism rejected all. അതിനും postmodernism എതിർത്തു. Thus, postmodernism represents a total rejection of Western values inherited from the Enlightenment. ചുരുക്കം പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, എൻലൈറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് പാശ്ചാത്യമായിട്ടുള്ള കുറച്ച് മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
നവോത്ഥാനത്തിൻ്റെ എല്ലാ പാശ്ചാത്യ മൂല്യങ്ങളെയും ആരെതിർക്കുകയാണ് ചെയ്തത്? പോസ്റ്റ് മോഡേണിസം എതിർക്കുകയാണ് ചെയ്തത്. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത് മോഡേണിറ്റിയാണ്, ആധുനികത ആസ് ആൻ ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റ്. ഇത് പൂർണ്ണതയില്ലാത്തൊരു പ്രൊജക്റ്റായിരുന്നു എന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അപ്പോൾ നോക്കാം, മോഡേണിറ്റി ആസ് ആൻ ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റ്. ജോർഗൻ ഹാബർമാസ്, ദ ജർമ്മൻ ഫിലോസഫർ, ഈസ് ardent critic of postmodernism. പോസ്റ്റ് മോഡേണിസത്തെ വളരെയധികം വിമർശിച്ചൊരു ക്രിറ്റിക്കാണ് ആര്? ജോർഗൻ ഹാബർമാസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ജർമ്മൻ ചിന്തകനാണ്. ഹിസ് ക്രിറ്റിക് ഓഫ് പോസ്റ്റ് മോഡേണിസം സ്റ്റാർട്ടഡ് വിത്ത്, ഈ ഒരു വിമർശനം തുടങ്ങുന്നത് മോഡേണിറ്റി വേഴ്സസ് പോസ്റ്റ് മോഡേണിറ്റി 1981 എഴുതിയൊരു ബുക്കിലാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. ദെൻ ദ ഫിലോസഫിക്കൽ ഡിസ്കസ് ഓഫ് മോഡേണിറ്റി, അത് 1985 വിച്ച് ഈസ് എ സീരീസ് ഓഫ് ലെക്ചേഴ്സിൻ്റെ രൂപത്തിൽ. He rejects the postmodern claim of crisis in modernity and its politics. ഈ മോഡേണിറ്റിയുടെ കാര്യത്തിൽ എന്താണ് ക്രൈസിസും അതിന് അദ്ദേഹം എതിർത്തു. He defends the grand narratives of modernity and upholds the ideas of reason, truth and progress. മോഡേണിറ്റീനെ അദ്ദേഹം എതിർത്തിട്ട് ആളെപ്പോഴും പ്രാധാന്യം കൊടുത്തത് റീസൺ, ട്രൂത്ത്, പ്രോഗ്രസ് പോലത്തെ കാര്യങ്ങൾക്കാണ്. Postmodernism is a capitalist design which is conservative underneath its liberal pretensions. He argues that, അദ്ദേഹം പറഞ്ഞു, ഹേബർമാസ് പറഞ്ഞു, modernity has yet to be fulfilled as a social and political enterprise. മോഡേണിറ്റിക്ക് ഇപ്പോഴും പൂർണ്ണതയില്ല, ഇനിയും എന്തൊക്കെയോ അത് പൂർത്തീകരിക്കാനുണ്ട്. സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നോക്കുമ്പോൾ എന്തൊക്കെയോ ഇനി അത് പുരോഗമിക്കാനായിട്ട് ഉണ്ട്, പൂർത്തീകരിക്കാനായിട്ടും ഉണ്ട്. And that to proclaim its demise is actually a neo-conservative reactionary argument which ignores modernity's democratic liberal potential. According to him, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മോഡേണിറ്റി ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്. അദ്ദേഹം എന്താ പറഞ്ഞത്? എൻലൈറ്റ്മെൻറ്റിൻ്റെ കുട്ടി അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റിൻ്റെ പ്രൊഡക്റ്റാണ് മോഡേണിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഹാസ് യെറ്റ് ടു ഡു മച്ച് ഇൻ ദ വേൾഡ്. The universal values propounded by enlightenment and taken up by modernity are not yet outdated. എന്താ പറഞ്ഞാൽ, മോഡേണിറ്റിയുടെ വാല്യൂസും എൻലൈറ്റ്മെൻറ്റിൻ്റെ വാല്യൂസും ഇന്നും എന്താ പറയുക കാലപ്പഴക്കം സംഭവിച്ചിട്ടില്ല, ഇന്നും അതൊക്കെ ഉണ്ട്. ദേ ആർ മോർ റെലവൻറ്റ് ഇൻ പ്രസൻറ്റ് ഹിസ്റ്റോറിക്കൽ ജങ്ഷർ, ചരിത്രപരമായിട്ടുള്ള ഒരു വഴിയിൽ നമുക്കിത് കാണാൻ പറ്റും. ദാൻ ദ ഫ്രാഗ്മെൻറ്റഡ് ഡിസ്കോഴ്സസ് ഓഫ് പോസ്റ്റ് മോഡേണിസം. പോസ്റ്റ് മോഡേണിസത്തിൻ്റെ പീസായിട്ട് കിടക്കുന്ന ഡിസ്കോഴ്സസിനേക്കാളും കൂടുതൽ നമുക്കിത് കാണാൻ പറ്റും എന്ന് പറയണം. ഇൻവെസ്റ്റിഗേറ്റിംഗ് വാട്ട് ഈസ് മോഡേൺ ഈസ് ക്രൂഷ്യൽ ഇൻ മാർക്കിംഗ് ആൻഡ് അനലൈസിംഗ് വേരിയസ് ഇഷ്യൂസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, ദ പ്രസൻറ്റ് സ്റ്റാറ്റസ് ഓഫ് ദ വേൾഡ് ആൻഡ് ഓൾസോ ദ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമൻ കൈൻഡ്. ടു ഹാബർമാസ്, മോഡേണിറ്റി ഈസ് നോട്ട് യെറ്റ് കംപ്ലീറ്റ്. ഹാബർമാസിൻ്റെ അഭിപ്രായത്തിൽ ആ ടോപ്പിക്ക് പോലെ തന്നെയാണ്, മോഡേണിറ്റി ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം എന്താ? Because the worries and anxieties that come across modernity are not over. മോഡേണിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരുപാട് ടെൻഷൻസും ഉത്കണ്ഠകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. മോർ ഓവർ, അതിന് പുറമെ മോഡേണിറ്റി ബീയിങ് ദ പ്രൊജൻസി ഓഫ് ആൻ എൻറ്റയർ സിവിലൈസേഷൻസ്, എൻലൈറ്റ്മെൻറ്റ് ഈസ് ഫിക്സഡ് ഓൺ റേഷണാലിറ്റി ആൻഡ് ഡെമോക്രസി. മോഡേണിറ്റി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എൻലൈറ്റ്മെൻറ്റിൻ്റെ കുട്ടി അല്ലെങ്കിൽ പ്രൊജൻസി എന്നാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതിനൊരു വല്ലാത്തൊരു റീസൺ അല്ലെങ്കിൽ ഡെമോക്രസിയിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക, കുത്തി വെച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പൂർണ്ണത കുറവുണ്ടെന്ന് പറയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മച്ച് മോർ ഹാസ് ടു ബി ഡൺ ഇൻ ദ ഫീൽഡ് ഓഫ് മോഡേണിറ്റി ബിഫോർ ഫാസ്റ്റനിങ് ഇൻ ടു ദ പ്രോസ്പെക്ട്സ് ഓഫ് പോസ്റ്റ് മോഡേൺ വേൾഡ്. പോസ്റ്റ് മോഡേൺ വേൾഡിലേക്ക് പെട്ടെന്ന് കടക്കണേക്കാളും മുന്നേ നമുക്ക് മോഡേണിറ്റിയുടെ ഫീൽഡിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആസ് അപ്പോസ് ടു മെനി ഓഫ് ഹിസ് കണ്ടംപററീസ്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ കുറേ പേരെ എതിർത്തുകൊണ്ട് ഹാബർമാസ് വ്യൂഡ് വിത്തിൻ ദ മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അസംബ്ലിംഗ് അപ്പ് ഓഫ് റേഷണാലിറ്റി റേദർ ദാൻ ബിക്കം സ്കെപ്റ്റിക്കൽ അബൌട്ട് ലിബറേറ്റിംഗ് പോസിബിലിറ്റീസ് ഓഫ് മോഡേണിറ്റി. മോഡേണിറ്റിനെ സംശയമൊന്നും കൊണ്ടുവരാതെ അദ്ദേഹം റേഷണാലിറ്റിയുടെ കുറേ കാര്യങ്ങൾ അസംബിൾ ചെയ്യാനാണ് ശ്രമിച്ചത്. Habermas thoroughly avouched on the utopian potential of modernity. He follows Max Weber in his assessment. സഹായി ആരായിരുന്നു? മാക്സ് വെബർ ആയിരുന്നു. That modern societies evolved from rationalization and secularization.
He starts with the rationalization of the life world espoused in Weber's sociology of religion. Thus, Habermas claims that the adaptation from pre-modern to modern societies, the the demythologization of the world views means the desocialization of the nature and denaturalization of the society. ഒക്കെ ഡി ഇല്ലാതെയാക്കാണ്. Max Weber in his work had discussed how desertion and withdrawal from religious descriptions resulted in the rationalization of the West. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത പാരഗ്രാഫ് നോക്കുക. ഹാബർമാസ് എക്യൂസസ് ദ പോസ്റ്റ് മോഡേണിസ്റ്റിൻ്റെ കുറ്റം പറയാണ്. ഹാസ്റ്റിലി അനൗൺസിങ് ദാറ്റ് മോഡേണിറ്റി ഈസ് നോ മോർ ടു ലീവ് ഫോഴ്സ്. പോസ്റ്റ് മോഡേണിസ്റ്റ് കടന്നു വന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞു ഇനി മോഡേണിസം ഇല്ല കേട്ടാ, പോസ്റ്റ് മോഡേണിസ്റ്റേ ഉള്ളൂന്ന്. അപ്പോൾ അത് ധൃതി കൂടിയെന്നാണ് ഹാബർമാസ് പറയുന്നത്. ഹി ക്ലാസിഫൈഡ് ദ പോസ്റ്റ് മോഡേണിസ്റ്റ് ഇൻ ടു പോസ്റ്റ് മോഡേണിസ്റ്റിനെ രണ്ടായിട്ട് ഹാബർമാസ് തരംതിരിക്കുന്നുണ്ട്. ദ അനാർക്കിസ്റ്റ് ആൻഡ് നിയോ കൺസർവേറ്റീവ്സ്. ഏതൊക്കെയാണ്? അനാർക്കിസ്റ്റ് ആൻഡ് നിയോ കൺസർവേറ്റീവ്സ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ഗ്രൂപ്പ്സ് ഈസ് അക്കോർഡിംഗ് ടു ഹിം. എന്താ വ്യത്യാസം? Anarchists do not see a separation of modernity and rationality as the neo-conservatives do. നിയോ-കൺസർവേറ്റീവ്സ് എപ്പോഴും മോഡേണിറ്റിയും റാഷണാലിറ്റിയും തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ട്. പക്ഷേ നിയോ-കൺസർവേറ്റീവ്സിൻ്റെ അടിസ്ഥാനത്തിൽ മോഡേണിറ്റിയും റാഷണാലിറ്റിയും തമ്മിൽ എന്തില്ല? സെപ്പറേഷൻ ഇല്ല. ഹാബർമാസ് വിമർശിക്കുന്നുണ്ട് ദ പോസ്റ്റ് സ്ട്രക്ചറൽ തിയറിസ്റ്റ് ഫോർ അണ്ടർമൈനിങ് ദ സോഷ്യൽ വാല്യൂസ് വിത്ത് ദെയർ റിലേറ്റിവിസ്റ്റ് ഔട്ട്ലുക്ക്. Habermas takes on Derrida and Foucault for apparent and inadequacy of their tools of postmodern criticism in addressing the real issues before them. They and other post-structuralist and postmodern critics denigrate argumentative reason to the level of discourses. Discourses do not have the potential to examine reality as they believe. In other words, reality and meaning cannot be determined or debated on the basis of textuality as postmodernist claims. അത്രേ ഉള്ളൂ. ഇനി ഹാബർമാസ് ഹാസ് ഓൾസോ ടേക്കൺ ഓവർ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആൻഡ് ഹീസ്. ഇനി ഹാബർമാസ് മറ്റൊരാളുടെ പേരും കൂടെ അവിടെ വരുന്നുണ്ട്. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ലോറൻസ് കോൾബർഗിൻ്റെ തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ ഒരാൾക്ക് മോറലായിട്ട് വികസിക്കാൻ നല്ല സ്വഭാവം വരാം അത് പറയുന്നുണ്ട്. whereby he asserts that this respect to their capability to put forth the questionable claims to truth, modern societies have progressed from conventional to post-conventional moralities എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വരുന്നത് ക്രിറ്റിക് ഓഫ് മെറ്റാ നറേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ടോപ്പിക്കാണ് വരുന്നത്. ദെൻ സിമുലേഷൻ, സിമുലക്ര ആൻഡ് ഹൈപ്പർ റിയാലിറ്റി, ദെൻ പോസ്റ്റ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചറാണ്. ദെൻ പിന്നെ നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള എക്കോ ക്രിറ്റിസിസം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിറ്റിക് ഓഫ് മെറ്റാ നറേറ്റീവ്സ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.